ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എവരിഡേ വൈബ്സ് വിത്ത് മീ. രാവിലെ തന്നെ എണീറ്റ് കുറച്ച് സമയം ഇതുപോലെ പുറത്ത് വന്ന് നിൽക്കുക കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ നിന്ന് എല്ലാ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്, ഇത് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ പോരെ, നമുക്കിനി നമ്മുടെ അടുക്കളയിലോട്ട് പോകണം. രാവിലെ തന്നെ ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം രാവിലെ തന്നെ വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം കുടിച്ചതിന് ശേഷം നേരെ തന്നെ നമുക്ക് ചായക്ക് വയ്ക്കാം. ചായക്ക് എല്ലാ പേർക്കുമായിട്ട് ചായക്കും വെച്ചിട്ട് രാവിലെ തന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ഇഡ്ഡലിയും ഇന്നലെ തന്നെ ഞാൻ കറിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ടെൻഷൻ ഇല്ല. കറി എനിക്ക് ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇഡ്ഡലി ഒരു സൈഡിലാകുമ്പോഴത്തേക്കും ഒരു സൈഡ് ചായ ചെയ്ത് റെഡി ആയിക്കോളും. ചായ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അതിലേക്ക് കറി വെച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ ആയിക്കോളും. അതിൽ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മാവ് കോരിയ പാത്രമായിരുന്നു, അതിനെ കൈയോടെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഇരിക്കുന്ന മാവ് ഇവിടുത്തെ ചൂടിൽ പെട്ടെന്ന് മാവ് പുളിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് അതിനെ കൈയോടെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേക്കും ചായ തിളച്ചു. ചായ പിന്നെ ഒഴിച്ച് എല്ലാവർക്കും കൊണ്ടുകൊടുത്ത്. മോനുള്ള ചായ പ്ലേറ്റിൽ ഒഴിച്ച് വയ്ക്കണം. മോൻ എണീറ്റ ഉടനെ തന്നെ മോന് ചായ വേണം. പക്ഷെ മോൾക്ക് അങ്ങനെയല്ല, മോൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ചായ കുടിക്കുകയുള്ളൂ. ഹസ്ബൻഡിനും എണീറ്റ ഉടനെ ചായ വേണം, അതും ചൂടോടെ തന്നെ. അപ്പോഴേക്കും മോനും എണീറ്റ്. മോൾ നേരെ തൊഴുതിട്ട് ബ്രഷ് ചെയ്യാൻ പോയി. ഇതായിരുന്നു ചായ കുടിക്കുകയാണ്. ഇന്നലത്തെ കറി ഇരുന്നത് ഞാനതിനെ ചൂടാക്കാനും വെച്ചു. ചൂടാക്കി അതിനെ മാറ്റി വെച്ചതിന് ശേഷം രാവിലെ തന്നെ കഞ്ഞിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ വലിയ ടെൻഷൻ ഇല്ലല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നാളത്തേക്കുള്ള അപ്പത്തിനുള്ള അരിയാണ് കോരാനിട്ടത്. ആ ഇടയിൽ കൂടെ ഇഡ്ഡലി റെഡിയായി. പിന്നെ ഉടനെ തന്നെ ഉച്ചയ്ക്കുള്ള പരിപാടിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൈയോടെ രാവിലെ തന്നെ എല്ലാ ജോലിയും അങ്ങ് ഒതുക്കി വയ്ക്കാമല്ലോ. ഞാൻ തോരനും പയർ തോരനും മെഴുക്കുവരട്ടിയാണ്. പയർ തോരനും സെറ്റാക്കിയപ്പോഴത്തേക്കും അവിടെ വെള്ളം തിളച്ചു. പിന്നെ കൈയോടെ തന്നെ അരി കഴുകി അങ്ങിട്ടായിരുന്നു കേട്ടോ. അത് അവിടെ ഇരുന്ന് പിന്നെ വെന്തോളുമല്ലോ, നമ്മളിനി അങ്ങോട്ടേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും മോനും ഇനി ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അവന് ബ്രഷ് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും മോൾക്ക് സമയമായി വരണതുകൊണ്ട് പിന്നെ ഉടനെ തന്നെ അവിടെ തോരൻ റെഡിയാക്കാൻ വെച്ചിട്ട് ഇവിടെ വന്ന് തല കോതി കെട്ടാൻ വേണ്ടി തന്നു കേട്ടോ. തല കോതി കെട്ടി ആ മോളെ ഇനി റെഡിയാക്കി വിട്ടിട്ട് മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തു. മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് കൈയോടെ തന്നെ അവൾക്കുള്ള സ്നാക്സും വെള്ളവും കൂടെ പാക്ക് ചെയ്ത് അങ്ങ് ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ജോലി അങ്ങ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ തോരൻ ഇവിടെ റെഡിയായപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. ആ പാത്രത്തിൽ തന്നെ ഞാൻ മെഴുക്കുവരട്ടിക്ക് ഇട്ടു കേട്ടോ. ആ പാത്രത്തിൽ തന്നെ ഞാൻ മെഴുക്കുവരട്ടിക്ക് ഇട്ടു. ഞാൻ എല്ലാം ഒരു പാത്രത്തിൽ തന്നെ വയ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് കഴുകി വയ്ക്കാൻ എളുപ്പമുണ്ട്. ഒരു പാത്രം തന്നെ കാണുള്ളൂ. പിന്നെ രാവിലെ ഇഡ്ഡലി എടുത്തതിൻ്റെ ഇഡ്ഡലി തട്ട് എല്ലാം കൈയോടെ തന്നെ കഴുകി. ഞാൻ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴും തന്നെ കഴുകി വയ്ക്കും. ഇവിടെ സ്ഥലം ഒന്നാമത് ഇല്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ പാത്രം അങ്ങനെ കൂട്ടിയിടാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ കൈയോടെ തന്നെ രസത്തിനുള്ള ഇത് ഈസി രസമാണ് കേട്ടോ. തക്കാളിക്കും മസാലകളും എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് രസപ്പൊടി എല്ലാം കൂടി ഇട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വയ്ക്കും കേട്ടോ. അടിച്ച് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ ഹസ്ബൻഡ് വിളക്ക് കൊളുത്തി. പിന്നെ കുറച്ച് സമയം ഇവിടെ വന്ന് തൊഴുതതിന് ശേഷം നേരെ തന്നെ മോള് പോകാനുള്ള സമയമായി. പിന്നെ മോള് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അനിയൻ ബാവയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ പറഞ്ഞിറങ്ങി. ഞാൻ പിന്നെ വീണ്ടും അടുക്കളയിലോട്ട് വന്നു കേട്ടോ. രസം ഇനി അടിച്ച് വെച്ചിരിക്കുന്നതിനെ കടുവറുത്തിട്ട് അതിനെ ഒന്ന് എണ്ണയിലൊന്ന് വശക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും പുളിയും എല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുള്ള ആ വെള്ളവും കൂടി ഈ ജാറ് കഴുകി അങ്ങ് ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. രസം പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ശകലം വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ചതച്ചിട്ട് ലാസ്റ്റ് ശകലം കുരുമുളകും കൂടെ ഇട്ട് സെറ്റാക്കിയ നല്ല രസമാണ്. പെട്ടെന്ന് തന്നെ രസം കഴിയുകയും ചെയ്യും. രസത്തിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ രസം കഴിഞ്ഞ് ലാസ്റ്റ് ശകലം മല്ലിയിലയും കൂടി ഇട്ട് രസം റെഡി. രസം നല്ല തിളച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് എടുത്ത് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോൾ വന്ന പാത്രങ്ങളും കൂടെ കഴുകി അങ്ങ് കൈയോടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കളയെല്ലാം വൃത്തിയായി ക്ലീനായി. എല്ലാ കറികളും ഒരു പാത്രത്തിൽ വയ്ക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ വലുതായിട്ട് അങ്ങനെ പാത്രങ്ങളൊന്നും കഴുകാനൊന്നും അടുക്കളയെല്ലാം ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ട് നമുക്കിനിയാണ് അടുത്ത വൻ ടാസ്ക് എന്ന് പറയുന്നത് മോന് ആഹാരം കൊടുക്കണതാണ്. അതാണ് ഏറ്റവും വലിയ ജോലി. അവ അങ്ങനെ പെട്ടെന്നൊന്നും ആഹാരം കഴിക്കില്ല കേട്ടോ. അവന് ആഹാരം കഴിക്കാൻ നല്ല മടിയാണ്. പിന്നെ ഫോൺ വെച്ചിട്ട് എന്നെയാണ് കൊടുത്തത്. ഫോൺ വെച്ചിട്ട് അല്ലച്ചാതി അവന് ആഹാരം കൊടുത്തു. ഞാൻ അവന് ആഹാരം കൊടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് ആഹാരം കഴിക്കുമ്പോൾ എനിക്കും കൂടെ വാരിത്തരും കേട്ടോ. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.